ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ അവകാശവാദത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൻ നടത്തിയ വെളിപ്പെടുത്തൽ അതിന് മറുപടി പറയാനാകാതെ പ്രതിസന്ധിയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി അടക്കമുള്ള അധികൃതരും. എന്താണ് ഡോക്ടർ ഹാരിസ് പൊതുസമൂഹത്തോട് പറഞ്ഞത്? രോഗികൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഉപകരണങ്ങളും മരുന്നും കൊണ്ട് അവരെ ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും 8 മാസങ്ങൾക്ക് മുമ്പ് യൂറോളജി വിഭാഗത്തിലെ പ്രതിസന്ധികൾ മന്ത്രിയുടെ PA പ്രൈവറ്റ് സെക്രട്ടറി ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി K സജീവനെ നേരിട്ട് കണ്ട് അറിയിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും എല്ലാം ബന്ധപ്പെട്ടിട്ടും ആവശ്യമായ ഉപകരണങ്ങളും അനുബന്ധ സാമഗ്രികളും ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിൽ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയാതെ തിരിച്ചയക്കേണ്ടി വന്നപ്പോഴാണ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ഡോക്ടർ ഹാരിസ് അവസ്ഥ തുറന്നു പറഞ്ഞത്. രോഗികളോട് ഇരന്നും മരുന്ന് കമ്പനികൾ വഴിയും സഹായങ്ങൾ തേടിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ പല വകുപ്പുകളും പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടത് സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് ഇതിനു തൊട്ടു മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് നടത്തിയിരുന്നത്. അതുപോലെ സ്വരാജ് പരാജയപ്പെട്ടപ്പോൾ പോലും സ്വരാജ് നേടിയ പാർട്ടി വോട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ CPMൻ്റെ സഹയാത്രികനായ ഇടതുപക്ഷ അനുഭാവിയായ ഒരു ഡോക്ടർക്ക് തന്നെ, ഒരു സർക്കാർ ഡോക്ടർക്ക് തന്നെ ഇത് തുറന്നു പറയേണ്ടി വന്നു. ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി വീണയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. അഴിമതിക്കാരനല്ലാത്ത തൻ്റെ മുന്നിൽ വരുന്ന രോഗികളെ സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ മകനെപ്പോലെ മകളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറാണെന്നും അദ്ദേഹം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണെന്നും അതുകൊണ്ട് ഈ പരാതി പരിശോധിക്കും, സമഗ്ര അന്വേഷണം നടത്തും എന്നെല്ലാമാണ് ആരോഗ്യമന്ത്രി വീണ പറഞ്ഞത്. ഒരു മാധ്യമപ്രവർത്തക കൂടിയായ വീണ ഡോക്ടർ ഹാരിസിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം അഴിമതി രഹിതനാണെന്നും കൈക്കൂലി വാങ്ങാത്ത ആളാണെന്നും മനുഷ്യസ്നേഹിയാണെന്നും പറയുന്നതോടൊപ്പം ഒരു വാചകം കൂടി പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ തങ്ങൾക്ക് മുന്നിലെത്തുന്ന രോഗികൾ തങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഒക്കെ ആണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അവർ പറയാതെ പറഞ്ഞത് അങ്ങനെ തൻ്റെ അരികിലേക്ക് വരുന്ന രോഗികളെ സ്വന്തം മകനോ മകളോ ഒക്കെ ആയി കാണുകയാണ് ഡോക്ടർ ചെയ്തതെങ്കിൽ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്ന ഒരു സൂചന തന്നെയാണ് ആരോഗ്യമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചത്. എന്നാൽ പൊതുസമൂഹം വലിയ പിന്തുണ ഡോക്ടർക്ക് നൽകിയതുകൊണ്ടാവാം അന്വേഷണം നടത്തുമെന്ന് അവർ പറയുകയും ചെയ്തു. എന്നാൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവന് നേരിട്ട് ഡോക്ടർ 8 മാസം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആരോഗ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയും. ഇവിടെ ഏറ്റവും പ്രസക്തമായി വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ 4 കൊല്ലത്തിലേറെയായി ആരോഗ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന വീണ ജോർജ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം ഉണ്ടായ 100 കണക്കിന് വിഷയങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തും, നടപടിയെടുക്കും എന്നെല്ലാം പ്രസ്താവിച്ചു കണ്ടു. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, സമഗ്ര അന്വേഷണം നടത്തും, കർശന നടപടിയെടുക്കും. ഇതുവരെ അത്തരമൊരു നടപടി ഉണ്ടായതായി അറിയുന്നില്ല. അപ്പോൾ ഒരു ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ ഈ പഴയ മാധ്യമ പ്രവർത്തക ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് ആവർത്തിക്കുന്നതാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലമായി പുറത്തേക്ക് വരുന്ന പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. കാരണം ജനജീവിതവുമായി നേരിട്ട് ഇടപെടുന്നത് ആരോഗ്യ രംഗവും
പോലീസും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളാണ്. അപ്പോൾ പോലീസ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജും എല്ലാം നടത്തുന്ന ഓരോ പ്രവർത്തനവും അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഓരോ പിഴവുകളും അതിന് സർക്കാർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്.